ഹായ് ഫ്രണ്ട്സ്, കിസാൻ വാനിയുടെ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ആലപ്പുഴ മൂലപ്പൊങ്ങമ്പ്ര പാടത്ത് പാരമ്പര്യമായി കൃഷി ചെയ്യുകയും ചെയ്യിക്കുകയും ചെയ്യുന്ന ഒരു നല്ലൊരു കർഷകനെ നമുക്ക് പരിചയപ്പെടാം. ഹലോ, നമസ്കാരം ചേട്ടാ. ചേട്ടൻ്റെ പേരെന്താണ്? ഷാജി. ഇവിടെ അടുത്ത് തന്നെയാണ് വീട്? വീടാണല്ലേ, അത് ശരി. അപ്പോൾ ഈ കൃഷിപ്പണികൾ ചേട്ടന് കൃഷിയുണ്ടോ അതോ കൃഷിപ്പണി ചെയ്യുവാണോ? ആ, അപ്പോൾ ഇത് ഈ ഇപ്പോൾ വിതച്ചിരിക്കുന്ന ഈ ഇത്രയും പ്രായമായ ഈ പിന്നെ നെൽകൃഷി ഇത് ഏത് ഇനത്തിൽപ്പെട്ടതാണ്? D1. അപ്പോൾ ഇതിൻ്റെ വിളവ് കാലം എത്രയാണ്? 120 ദിവസം. അപ്പോൾ 120 ദിവസം. ഇപ്പോൾ ഇതിന് പൊതുവെ കേട് വരുന്നത്? ആ, ഇപ്പൊ ഇതിനകത്ത് പുഴു വന്നിട്ടുണ്ടോ? ആണോ? അതെ. ഇത് എന്ത് രോഗമായിരിക്കണം? ഇത് മഴ കൂടിയാണ്ടാണല്ലേ. അപ്പൊ ഇത് എന്ത് ചെയ്യാ ഇത് നമുക്ക് ഇത് പരിഹരിക്കാൻ പറ്റും? ഏത് വിഷമാണ് സാറിന് അടിക്കുന്നത്? പോകാൻ വേണ്ടിട്ട്. ഇത് ഏത് പാടശേഖരമാണ്? ഏത്? മൂലപ്പൊങ്ങമ്പ്ര. ഇത് എത്ര ഏക്കറുണ്ട് മൊത്തം? എത്ര ഹെക്ടർ ഉണ്ട് ഇത്? ആ, ഇപ്പൊ ഇത് പൊതുവെ ഇപ്പൊ നല്ലൊരു ആരോഗ്യപരമായ കൃഷിയാണോ ഇപ്പൊ ഉള്ളത്? കുഴപ്പമില്ല. കിട്ടിയാൽ. അപ്പൊ ഇത് കിട്ടിയാൽ ഇവിടെ അത് എത്ര വിളവ് കിട്ടും? 2 എന്ന് പറഞ്ഞാൽ 2.5 കിൻഡല്. ആ, ആണ്. ഇപ്പൊ ഇത് എത്ര ഹെക്ടർ ഉണ്ടാവും? ആ, 1 ഹെക്ടർ ഉണ്ടല്ലേ. അപ്പൊ ഇപ്പോഴത്തെ സ്ഥിതിക്കാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണല്ലേ കിട്ടിയാൽ. അപ്പൊ ഇനി പോകാൻ സാധ്യതയുള്ള വെള്ളപ്പൊക്കം വന്നാലല്ലേ പോവുള്ളൂ? കാണത്തില്ല. കിട്ടണം. ആ, പൊതുവെ ഇപ്പൊ മരുന്നടി കൂടുതലാണോ വരുന്നത് സാധാരണ? ഇപ്പൊ ഈ D1 എന്ന് പറയുന്ന D1 അല്ലേ ഇത്? D1 മരുന്നടി കുറവാണല്ലേ? കേട് കൂടുതലാണ്. ഓക്കെ. ഇപ്പൊ നെല്ലിന് പൈസ വളരെ താമസിച്ചാണ് കിട്ടുന്നത്. കിട്ടിയിട്ടില്ല. നഷ്ടമാണ്. അത് ശരി. വീട്ടിലുള്ളവരുടെ അയലൊക്കത്തോടെ സ്വർണ്ണം മുഴുവൻ പണയം വെച്ച് പൈസ എടുത്തൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇതേ പോലെ ഈ രീതി നമുക്ക് ആ നെല്ല് കൊടുത്ത് പൈസ കിട്ടിയാൽ മാത്രമേ അതിന്റെ കർഷകർക്ക് വിജയമുള്ളൂ. അല്ലെങ്കിൽ പലിശ കൊടുക്കാനല്ലേ ഉള്ളു. അല്ല, ആത്മഹത്യ പിന്നെ ഉള്ള വഴി. ഇപ്പൊ 6 മാസമായിട്ട് പൈസ കിട്ടുന്നില്ല. കഴിഞ്ഞ വർഷത്തെ പൈസ കിട്ടാനുണ്ടോ? ഇനി 4 ഏപ്രിലൊക്കെ കൊടുത്ത പൈസ കിട്ടാനുണ്ടല്ലേ. ഇതിന് തെക്കോടത്തെ പാടത്ത് അവിടെ തന്നെ കൃഷിയില്ല. സുഹൃത്തുക്കളെ, അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ കേട്ടല്ലോ. അപ്പൊ അദ്ദേഹത്തിന് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ നല്ല വിളവ് കിട്ടും. അദ്ദേഹം സന്തോഷവാനായിരിക്കും. പിന്നെ വേറൊരു പരാതി ഉള്ളതെന്ന് വെച്ചാൽ നെല്ല് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പൈസ കിട്ടാനായിട്ട് കുറച്ച് താമസം വരും. അപ്പൊ അതുകൂടി കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി സന്തോഷവാനാണ്. സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റ് വ്യത്യസ്തങ്ങളായ പുതിയ വിശേഷങ്ങളുമായി വരുന്നവരെ ഓക്കെ, ബൈ, താങ്ക് യു.